മനുഷ്യന്റെ കണ്ണിന്റെ പീലിയൊന്നനങ്ങാൻ, അവന്റെ കണ്ണൊന്ന് ഇമവെട്ടാൻ, അവന്റെ കൈവിരലുകളൊന്ന് ചലിക്കുവാൻ, അവന്റെ കാൽവിരലുകളൊന്ന് ചലിക്കുവാൻ ആ ശരീരത്തിലൊരു റൂഹ് വേണ്ടേ? ആ ശരീരത്തിലൊരു ആത്മാവ് വേണ്ടേ? ആർക്കാണ് അതിനെ കൊടുക്കാൻ കഴിയുക? ആർക്കാണ് ഈ ശരീരത്തിലൊരു റൂഹിനെ ഊതാൻ കഴിയുക? അല്ലാഹു തന്നെ പറഞ്ഞു, നബിയെ പറഞ്ഞു കൊടുക്കുക. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ഓ നബിയെ പറഞ്ഞു കൊടുക്കുക, അവർ വന്ന് റൂഹിനെ കുറിച്ച് അങ്ങയോട് ചോദിച്ചാൽ പറയുക, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. റൂഹെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മാത്രം കഴിയുന്നതാണെന്ന് പറയ് നബിയേ, പറയ് നബിയേ. റൂഹിനെ ഊതാൻ ആർക്കും കഴിയില്ല. ചുരുക്കത്തിൽ ഈ ശരീരം തന്നെ കാണുമ്പോ അള്ളാഹിനോട് പറയണം, അല്ലാഹുവേ അൽഹംദുലില്ലാ എന്ന് പറയണം. പറഞ്ഞല്ലേ പറ്റൂ? പറയാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ? എന്നാ ഒരു ഹദീസും കൂടെ കേട്ടോളീം, ഒരു ഹദീസും കൂടെ കേട്ടോളീം. പറയാൻ പറ്റുമല്ലോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അൽഹംദുലില്ലാ എന്തിനാ പറയേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ഇന്നലിൽ ഇൻസാനി 360 മഫ്സലാ. ഒരു മനുഷ്യ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ആദരവായ പ്രവാചകൻ പറയുന്നു, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ ബിരുദം നേടിയില്ലാത്ത, ഒരു പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ കണ്ടിട്ടില്ലാത്ത, ഒരു ഗുരുമുഖത്ത് പോയി വിദ്യ നുകർന്നിട്ടില്ലാത്ത അന്നബിയിൽ ഉമ്മിയി നിരക്ഷരനായ പ്രവാചകൻ അർണോൾഡ് ജോസഫ് ടോയൻബിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ദ ഇല്ലിറ്ററേറ്റ് പ്രോഫറ്റ് ഓഫ് അറേബ്യ, അറേബ്യയുടെ നിരക്ഷരനായ പ്രവാചകന് ഒരു ശസ്ത്രക്രിയ ചെയ്യാതെ, ഒരു സ്കാനിങ് നടത്താതെ ലോകത്തിന്റെ മുത്തുതന്റെ അനുയായികളോട് പറയുകയാണ്, സഹാബാക്കളെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ആരാണ് പറയുന്നതെന്നറിയുമോ? നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു 360 ജോയിന്റുകളുണ്ട് മനുഷ്യ ശരീരത്തില്. ഇപ്പൊ തന്നെ നോക്കി, ഒരു കയ്യിൽ എത്ര ജോയിന്റ് ഉണ്ട്? കൈയുടെ ഇതിനെന്താ പറയണേ? കോഴിയാ? കുഴ. കുഴ. ഓരോ ഭാഗത്ത് ഓരോന്ന് പറയും. ഇത് തിരുവനന്തപുരം ജില്ലയല്ലേ? അല്ലേ? തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം ജില്ല. അൽഹംദുലില്ലാ. തിരുവനന്തപുരത്തെ നല്ല ഭാഷയല്ല. ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലെന്നേ ഉള്ളൂ. ഭാഷയൊക്കെ ഇഷ്ടമാണ്. ഞാൻ പഠിച്ചത് പൂന്തറയാണ്, തിരുവനന്തപുരം സിറ്റിയിൽ. ഭാഷയൊക്കെ കൊള്ളാം, പക്ഷെ ചില സമയത്ത് വലിയ പ്രശ്നമാണ്. ഞങ്ങൾ ഈ കോളേജിലൊക്കെ വീട്ടിൽ പോയിട്ട് അവധിയൊക്കെ കഴിഞ്ഞ് പൂന്തറ എത്തുമ്പോൾ നമുക്ക് ഈ ഭക്ഷണം തന്ന വീട്ടിലേക്ക് ഇത്താമാര് വരും. കിബിർസാദെ സുഖങ്ങളൊക്കെ തന്നെ, വെള്ളങ്ങളൊക്കെ കുടിച്ച ബഹുവചനമായിട്ടേ ചോദിക്കില്ലേ, വെള്ളങ്ങൾ കുടിച്ചാടേപ്പി, സുഖങ്ങളൊക്കെ തന്നെ. അത് ബഹുവചനമായാൽ സഹിക്കാം. പിന്നെ ചോദിക്കും, നാട്ടിൽ വാപ്പാമാർക്കൊക്കെ സുഖം തന്നെ. അത് ബഹുവചനമായാൽ നമ്മൾ എന്ത് പറയും? എത്ര വലിയവരെയും എത്ര ചെറിയവരെ അപ്പിന്ന് സ്നേഹത്തിൽ ഒരു സ്നേഹമുള്ള വാക്കാണ്. എന്തപ്പി? തിരുവനന്തപുരം സിറ്റിയിൽ അത്ര മതി. ഞാനിപ്പോ ജോലിയാണ് തിരുവനന്തപുരം സിറ്റിയിലാണ്. അപ്പി ചെറിയ വീടാണ്, ചെറിയത്, ചെറുതെന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹത്തെ വിളിക്കണാണ്. പക്ഷെ അത് പ്രശ്നം ഉണ്ടാക്കും. മലബാറിൽ നിന്നൊരു പയ്യൻ പെണ്ണ് കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നു. അപ്പൊ തിരുവനന്തപുരത്ത് വന്നപ്പോ പെണ്ണ് കൊണ്ടുപോയി, കല്യാണപ്പെണ്ണ് കൊണ്ടുപോയി ചായയൊക്കെ കൊടുത്തു. പുതിയാപ്പള കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ പെണ്ണിന്റെ ഉമ്മ അവിടെ നിന്നിട്ട്, മലബാറിൽ നിന്ന് വന്നവനാണ് പയ്യൻ, പയ്യനോട് പറഞ്ഞു, എന്റെ അപ്പി ഇട്ട ചായയാണ്, എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. അവൻ കുടിച്ച പടിയെ ഛർദ്ദിച്ചു. മലബാറിൽ അപ്പി എന്ന് പറഞ്ഞ സാധനം വേറെ, അത് സെപ്റ്റി ടാങ്കിലേ പോകും. ഇവര് പറഞ്ഞ എന്റെ മോള് ഇട്ടതാണെന്നാണ്. ഭാഷയിലെ വ്യത്യാസം വലിയ പ്രശ്നം ഉണ്ടാവും. എന്താ ഈ ഭാഷയിൽ വ്യത്യാസം വന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഖുർആൻ എന്ത് പറയും? ഞാൻ ഈ പറയുന്ന മുഴുവൻ ഖുർആനാണ്, ഖുർആൻ മാത്രം. മലയാളത്തിൽ നിന്ന് വന്നവന് മലയാളം ഇവിടെ നമുക്ക് അറിയാം. പാലാട് കഴിഞ്ഞാൽ ഭാഷ മാറി. തമിഴൻ എത്ര പാടുപെട്ട് മലയാളം പറയാൻ വേണ്ടി ശ്രമിച്ചാലും പറ്റൂല. 20 വർഷം കേരളത്തിൽ താമസിച്ചവനോട് വാഴപ്പഴം എന്ന് പറയാൻ അവന് പറ്റില്ല, വാളപ്പഴം എന്ന് തന്നെ പറയും. വഴങ്ങില്ല. കർണാടകയിൽ ചെന്നാല് ഭാഷ മാറി. കുറെ കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലോട്ട് പോയാൽ പിന്നെ ഉറുദുവായി. നമുക്കറിയോ ക്യാ കർത്താവെന്ന് വെച്ചാൽ അതാണ് വെയിൽ കൊണ്ട് കറുത്തു പോയതാന്ന് പറയും. കഴിയില്ല. ഭാഷകളിൽ വ്യത്യാസമുണ്ടാകുന്നു, നിറങ്ങളിൽ വ്യത്യാസമുണ്ടാകുന്നു. ഇന്ത്യയിൽ താമസിക്കുന്നവൻ ഇരുനിറം, അമേരിക്കയിൽ ജനിച്ചവന് വെളുത്ത നിറം, ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചാൽ അവന് കറുത്ത നിറം. ആര് തീരുമാനിച്ചു ഇത്?
ആരാണ് ഇങ്ങനെ തീരുമാനിച്ചത്? ഖുർആൻ നോക്കുക. അല്ലാഹു പറയുന്നു സൂറത്തുർ റൂമിൽ കാണാം, വമിൻ ആയാതിഹി വമിൻ ആയാതിഹി അൻ ഖലഖലകും വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർദ്. അല്ലാഹുവിന്റെ വലിയ ദിട്ടാന്തമാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. വഖ്തിലാഫു അൽസിനതിക്കും, നിങ്ങളുടെ ഭാഷയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വഅൽവാനിക്കും, നിങ്ങളുടെ നിറങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. സൂറത്തുർ റൂം അല്ലാഹു പറയാണ്, ഖുർആൻ പറയാത്ത എന്താ ഉള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, അള്ളാന്റെ റസൂൽ പറഞ്ഞ ഒരു ശരീരത്തിൽ കുഴ, ഒരു കൈയിൽ തന്നെ എത്ര ജോയിന്റാണ്. ഞാൻ സംസാരിക്കുമ്പോ ഏതൊക്കെ കൈയുടെ എത്ര ജോയിന്റുകൾ അടങ്ങുന്നതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റുന്നത്. താടിയുടെ ഭാഗത്തെ ജോയിന്റുകൾ വർക്ക് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ശബ്ദം വെളിയിലേക്ക് വരില്ല. നിങ്ങൾ കസേരയിൽ ഇരിക്കുന്ന ഇപ്പൊ എത്ര ജോയിന്റ് വർക്ക് ചെയ്തിട്ടാണ്? നടുവിന്റെ ജോയിന്റ് വർക്ക് ചെയ്യണം, കാൽമുട്ടിന്റെ ജോയിന്റ് വർക്ക് ചെയ്യണം, കഴുത്തിന്റെ ജോയിന്റ് വർക്ക് ചെയ്യണം, കൈയുടെ ജോയിന്റ് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താലേ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, ഇല്ലേ? വർക്ക് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ അടിക്കാനും ഇങ്ങനെ നിർത്താനും. ഈ വർക്ക് ചെയ്യാത്തൊരവസ്ഥയെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ റോഡിലൂടെ നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ ഇരിക്കുന്ന അവസ്ഥ. നിങ്ങൾ അൽഹംദുലില്ലാ പറയുന്ന എന്തിനാ? ഞാൻ വളരെ സരളമായ ഭാഷയിൽ പറയാൻ, കൂടുതലൊന്നും പറയുന്നില്ല. അള്ളാനെ സ്തുതിക്കാതെ ഒരു നിമിഷം പാറാൻ നമുക്ക് അൽഹംദുലില്ലാ പറയാൻ ഇരിക്കാൻ പറ്റൂല. ഇതെങ്ങാനും ഇങ്ങനെ ആയിരുന്നെങ്കിലോ? ഇതെങ്ങാനും നമുക്കെങ്ങാനും നടുവൊന്നും മടക്കാൻ പറ്റാതെ വന്നിരുന്നെങ്കിലോ? മുട്ടൊന്നും മടക്കാൻ പറ്റാതെ എത്രയോ ആളുകൾ വയസ്സായി കഴിഞ്ഞാൽ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യ ശരീരത്തിൽ 360 ജോയിന്റുകളുണ്ട്. ഓരോ ജോയിന്റുകളും വർക്ക് ചെയ്യുമ്പോ അതിന് അനുഗ്രഹം തന്ന അള്ളാഹുവിന് ആ അനുഗ്രഹത്തിന് പകരമായി ഓരോ ദീനാറുകൾ നിങ്ങൾ സദക്ക ചെയ്യണേ. നിങ്ങളുടെ 360 ജോയിന്റുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതാണ്, നിങ്ങൾ ഓരോ ജോയിന്റുകളും വർക്ക് ചെയ്യുമ്പോ അതിന് അവസരം തന്ന തമ്പുരാന് നന്ദിയായിട്ട് ഓരോ ദീനാറ് നിങ്ങൾ സദക്ക ചെയ്യണേ. ഇത് കേൾക്കേ താമസം എന്ന് പറഞ്ഞാൽ, ഞാൻ 2 മണിക്കൂർ സംസാരിക്കുമ്പോ എന്റെ കൈ ചലിക്കുന്നു, എന്റെ കാല് ചലിക്കുന്നു, എന്റെ നാവ് ചലിക്കുന്നു, എന്റെ താടിയെല്ലാം അനങ്ങുന്നു. ഓരോന്നിനും ഞാൻ ഓരോ സ്വർണ്ണനാണയം സദക്ക ചെയ്താല് 2 മണിക്കൂർ സംസാരിക്കുന്നവൻ എത്ര സദക്ക ചെയ്യേണ്ടി വരും? ഇത് കേൾക്കേണ്ട താമസം. ബിലാൽ റളിയല്ലാഹു തആല ചോദിച്ചുവത്ര, നബിയേ മാലാ താഖത ലനാ യാ റസൂലല്ലാഹ്. അള്ളാന്റെ തിരുദൂതരെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ കയ്യിലില്ല, കിടക്കാൻ ഞങ്ങൾക്ക് കിടപ്പാടമില്ല. മസ്ജിദുൻ നബവിയുടെ വരാന്തയിൽ ഇരുന്നിട്ട് ആരെങ്കിലും കൊടുക്കുന്ന സദക്ക തിന്നിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. ഓരോ ജോയിന്റും വർക്ക് ചെയ്യുമ്പോ 1 ദീനാറ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്കും കഴിയില്ല നബിയേ. ഞങ്ങൾ എന്താണ് നബിയെ ചെയ്യുന്നത്? അള്ളാഹ്ക്ക് നന്ദി ചെയ്യാത്തവരായി ഞങ്ങൾ മാറിപ്പോകുമോ? നന്ദി ചെയ്യാത്തവർക്ക് അള്ളാഹു നരകമല്ലേ നൽകുക? അൽഹംദുലില്ലാ പറയാതിരുന്നാൽ ശ്രദ്ധിച്ചുകൊള്ളുക. അള്ളാഹ് ചെയ്ത അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിയേ മതിയാകൂ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ബിലാലെ, ഭയക്കണ്ട, നിന്റെ കയ്യിൽ കൊടുക്കാൻ നിനക്ക് ദീനാറില്ലയോ? വകുല്ലു തക്ബീറത്തുൻ സദഖ വകുല്ലു തഹ്ലീലത്തിൻ സദഖ വകുല്ലു തഹ്മീദത്തുൻ സദഖ. നിനക്ക് ദീനാറ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഒരു കൈയുടെ ജോയിന്റ് വർക്കാകുമ്പോ നീ നാവ് കൊണ്ട് പറഞ്ഞോ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. അതൊരു സദഖയുടെ സ്ഥാനത്താണെന്ന് ശഫീഉൽ വറാ നബിയുൽ മുജ്തബാ ഫഹുമി വവസ്നി വാഖിദു യദി ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ റസൂൽ നിന്നിൽ സദഖ ചെയ്യാൻ ദീനാറില്ലേ? കൈയുടെ വിരലൊന്ന് മടങ്ങിയാൽ നീ 3 അൽഹംദുലില്ലാ പറയണം. എത്ര പേര് പറയാറുണ്ട്? ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നന്ദി കെട്ടവനാണ് നീ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ അള്ളാഹ് പറഞ്ഞ മനസ്സിലായോ അൽഹംദുലില്ലാ എന്ന് പറയാൻ? വഖുൽ അൽഹംദുലില്ലാ, നീ അൽഹംദുലില്ലാ പറഞ്ഞു. പക്ഷെ ബൽ അക്സറുഹും ലാ യഅലമൂൻ, അള്ളാഹ് പറയാം. പക്ഷെ ഭൂരിഭാഗം പേർക്ക് എന്തിനാ പറയണേന്ന് അറിഞ്ഞൂടാ. അള്ളാഹ് തന്നെ പറയാണ് ബൽ അക്സറുഹും ലാ യഅലമൂൻ, ഭൂരിഭാഗം ആളുകൾക്ക് എന്തിനാ പറയണേന്ന് അറിഞ്ഞുകൂടാ. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ 1 ഗ്ലാസ് വെള്ളം കുടിച്ചോ. 1 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നീ വെള്ളം കുടിച്ചു കഴിയുമ്പോ അള്ളാഹിനോട് പറയണം, അല്ലാഹുവേ അൽഹംദുലില്ലാ അല്ലദീ ജഅലൽ മാഅ അദ്ബന ഫുറാതൻ ബിറഹ്മതി. അല്ലാഹുവേ, ഈ വെള്ളം എനിക്ക് കുടിക്കാൻ യോഗ്യമാക്കി തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ പറയണം. ഉറങ്ങുമ്പോ പറയണം, ഉറക്കിന്ന് എഴുന്നേൽക്കുമ്പോ പറയണം. 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പറയണം. പറയാറുണ്ടോ? 1 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്തിനാ പറയണേ?
എന്തിനാ പറയണേ? സയൻസ് പഠിക്കണ കുട്ടികൾക്ക് അറിയാലോ എന്തിനാ പറയണേ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ വെള്ളത്തിന്റെ രാസനാമം ഏതാണ്? H2O. H2O എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ 2 തന്മാത്ര. അൽഹംദുലില്ലാഹ് ഈ സദസ്സ് സംസാരിക്കാൻ പറ്റിയ ഈ വിഷയം. മാമന ഹൈഡ്രജന്റെ 2 തന്മാത്ര, ഓക്സിജന്റെ 1 തന്മാത്ര. ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ 1 തന്മാത്രയും തമ്മിൽ കൂടിച്ചേരുമ്പോൾ ജലമുണ്ടാകും. ഹൈഡ്രജന്റെ ജോലി എന്താ?